പോയ വാരത്തിലെ വത്തിക്കാനിലെ വിശേഷങ്ങളും വാർത്തകളും അറിയാം. വത്തിക്കാൻ ഡയറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വത്തിക്കാനിൽ ലിയോ മാർപ്പാപ്പ കഴിഞ്ഞ ആഴ്ച നടത്തിയ പുതിയ നിയമനങ്ങളെക്കുറിച്ചുള്ള വിശേഷമാവാം ആദ്യം. റോമിലെ മേരി മേജർ ബസിലിക്കയിലെ കർദിനാൾ ആർച്ച് പ്രീസ്റ്റ് വികാരിയായി ബിഷപ്പ് അലി ഹെറേറ നിയമിതനായി. റോമിലെ മേരി മേജർ ബസിലിക്കയിലെ കർദിനാൾ ആർച്ച് പ്രീസ്റ്റ് വികാരിയായി ബിഷപ്പ് അലി ഹെറേറ നിയമിതനായി. കൊളംബിയ സ്വദേശിയാണ് ബിഷപ്പ് അലി ഹെറേറ. വൈദികർക്ക് വേണ്ടിയുള്ള ഡിക്കാസ്ട്രിയുടെ പുതിയ കാര്യദർശിയായി മോൺസിഞ്ഞോർ കാർലോ റോബർട്ടോ മരിയയെയും മാർപ്പാപ്പ നിയമിച്ചു. ഇറ്റലി സ്വദേശിയാണ് മോൺസിഞ്ഞോർ കാർലോ. ക്രൊയേഷ്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്ന മോൺസിഞ്ഞോർ ജോർജോയെ ഇസ്രായേലിലെ പുതിയ അപ്പസ്തോലിക നൂൻഷ്യോയായും ജെറുസലേം പാലസ്തീൻ അപ്പസ്തോലിക ഡെലിഗേറ്റായും പാപ്പ നിയമിച്ചു. ഇറ്റലിയുടെ പോലീസ് ഇൻസ്പെക്ടറേറ്റ് ഓഫീസിലെ പ്രവർത്തകരുമായി ലിയോ പതിനാലാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തി. ജനുവരി 19 മീറ്റിംഗ്. എല്ലാ വർഷങ്ങളിലും മാർപ്പാപ്പമാർ ഇറ്റലിയുടെ പോലീസ് സേനയുമായി ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്തുന്നത് പതിവാണ്. പോലീസ് സേനയുടെ ഡെപ്യൂട്ടി ചീഫ്, പ്രിഫെക്ട്, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ഇതിൽ പങ്കെടുത്തു. തനിക്കും സഹപ്രവർത്തകർക്കും നൽകുന്ന സേവനങ്ങൾക്ക് പുറമെ പ്രത്യാശയുടെ ജൂബിലിയോട് അനുബന്ധിച്ച വത്തിക്കാനിലെത്തിയ 3,30,00,000-ലധികം തീർത്ഥാടകർക്ക് സുരക്ഷയൊരുക്കിയതിനും പാപ്പ നന്ദി പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗവും സംസ്കാര ചടങ്ങുകളുമായും ബന്ധപ്പെട്ട് വത്തിക്കാനിലെത്തിയവരുടെ സുരക്ഷാ ക്രമീകരണവും ഇറ്റാലിയൻ പോലീസിന്റെ ചുമതലയായിരുന്നു. ഇറ്റലിയിലെ പോലീസ് സംവിധാനം വ്യത്യസ്ത ചുമതലകളുള്ള പല പോലീസ് സേനകളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. പൊലീസിയ ഡി സ്റ്റാറ്റോ, കരബിനിയേരി, ഗോഡിയ ഡി ഫിനാൻസ, പെനിറ്റൻസിയറി പോലീസ്, ലോക്കൽ പോലീസ് എന്നിവയാണ് ഇവ. വത്തിക്കാൻ ഒരു സ്വതന്ത്ര രാജ്യമാണെങ്കിലും പുറത്തെ സുരക്ഷയും പരിസര നിയന്ത്രണവും ഇറ്റാലിയൻ സർക്കാരിന്റെ കീഴിലുള്ള ഇറ്റാലിയൻ പോലീസിന്റെ ജോലിയാണ്. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചുറ്റുപാടുകളും വലിയ സമ്മേളനങ്ങളും ക്രിസ്തുമസ്, ഈസ്റ്റർ ചടങ്ങുകളും വത്തിക്കാനിൽ കൂടുതൽ ആളുകൾ കൂടുന്ന പ്രോഗ്രാമുകളും നിയന്ത്രിക്കുന്നത് ഇറ്റാലിയൻ പോലീസാണ്. അന്താരാഷ്ട്ര ഭീഷണികൾ പരിശോധിക്കുക, രഹസ്യാന്വേഷണം നടത്തുക തുടങ്ങിയവയും ഇറ്റാലിയൻ പോലീസിന്റെ ചുമതലയാണ്. ഇതിനു പുറമെ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്ന നേതാക്കളുടെ സുരക്ഷയും വിമാനത്താവളം മുതൽ വത്തിക്കാൻ വരെയുള്ള സംരക്ഷണവും ഇറ്റാലിയൻ പോലീസാണ് നിർവഹിക്കുന്നത്. 1929 ഒപ്പുവെച്ച ലാറ്ററൻ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുരക്ഷാ ചുമതല നിർവഹിക്കപ്പെടുന്നത്. വത്തിക്കാനിൽ ഗുരുതരമായ കുറ്റകൃത്യം നടന്നാലും പ്രതി ഇറ്റലിയിലേക്ക് രക്ഷപ്പെട്ടാലും ഇറ്റാലിയൻ പോലീസിന്റെ ഇടപെടലുണ്ടാവും. ചുരുക്കത്തിൽ ഒരു രാജ്യത്തിന്റെ സുരക്ഷ മറ്റൊരു രാജ്യത്തിന്റെ പോലീസ് ഏറ്റെടുത്ത് നിർവഹിക്കുന്ന അപൂർവതയാണ് വത്തിക്കാൻ ഇറ്റലി രാജ്യങ്ങൾ തമ്മിലുള്ളത്. ഇത്തരമൊരു അപൂർവത ലോകത്തിൽ മറ്റൊരു രാജ്യത്തും ഉണ്ടാവില്ല. കഴിഞ്ഞ ആഴ്ച പാപ്പ നടത്തിയ മറ്റൊരു കൂടിക്കാഴ്ച ഫിൻലാൻഡിൽ നിന്നുള്ള എക്യുമെനിക്കൽ പ്രതിനിധികളുമായിട്ടായിരുന്നു. ക്രൈസ്തവ ഐക്യവാരത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഈ സന്ദർശനം. ജനുവരി 19 ഈ കൂടിക്കാഴ്ച ക്രമീകരിച്ചിരുന്നത്. തുർക്കു ഇവാഞ്ചലിക്കൽ ലൂതറൻ സഭാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് താപിയോ ലുവോമ, ഓർത്തഡോക്സ് സഭാധ്യക്ഷനും ഹെൽസിങ്കിയുടെയും ഫിൻലൻഡിന്റെയും ആർച്ച് ബിഷപ്പുമായ ഏലിയ, ഹെലൻസ്കിയിലെ കത്തോലിക്ക രൂപതാധ്യക്ഷൻ ബിഷപ്പ് റൈമോ ഗൊയറോള എന്നിവരാണ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിരാശയുടെ ചിന്തകൾ ആളുകളിലേക്ക് കടന്നുവരുന്ന ഇക്കാലത്ത് പ്രത്യാശയുടെ ക്രൈസ്തവ സന്ദേശവാഹകർ എന്ന നിലയിൽ ലോകത്തിന്റെ ഏറ്റവും ഇരുണ്ട കോണുകളിലേക്ക് പോലും കർത്താവിന്റെ പ്രകാശം എത്തിക്കുക എന്ന അനിവാര്യമായ ഒരു ദൗത്യം ക്രൈസ്തവർക്കുണ്ടെന്ന് പാപ്പ പറഞ്ഞു. 12 വർഷങ്ങൾക്ക് ശേഷം പെസഹ വ്യാഴാഴ്ച ദിവസം സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കും. പ്രിഫെക്ടർ ഓഫ് ദ പൊന്തിഫിക്കൽ ഹൗസ് ഹോൾഡ് പ്രസിദ്ധീകരിച്ച പേപ്പൽ ലിറ്റർജി കലണ്ടറിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യത്തെ പെസഹ വ്യാഴാഴ്ചയായ 2013 മാർച്ച് 28 അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചത് റോമിന് വെളിയിലെ കാസൽ ഡെൽ മാർമോ ജൂനൈൽ സെന്ററിലെ ചാപ്പലിലായിരുന്നു. ബ്യൂണസ് അയേഴ്സിൽ ചെയ്തിരുന്നത് പോലെ ഒരു മുസ്ലിം സ്ത്രീ ഉൾപ്പെടെയുള്ള 12 പേരുടെ കാലുകൾ കഴുകിയാണ് പാപ്പ പെസഹ ആചരിച്ചത്. പിന്നീടുള്ള പെസഹ വ്യാഴാഴ്ചകളിലും മുൻഗാമികളുടെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി സെന്റ് ജോൺ ലാറ്ററൻ കത്തീഡ്രലിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പെസഹ ആചരിച്ചിരുന്നില്ല. 12 വർഷമായി മുടങ്ങിക്കിടന്ന ആ പതിവ് ആചാരമാണ് ലിയോ പതിനാലാമൻ പാപ്പ ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ആചാരത്തിന് അനുസൃതമായി റോമിലെ സഭയുടെ പാരമ്പര്യം ലിയോ പതിനാലാമൻ പാപ്പ പുനരാരംഭിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇതിലൂടെ പാവപ്പെട്ടവരോടുള്ള ശ്രദ്ധ കുറയുന്നില്ലെന്നും ബസിലിക്കയുടെ പ്രൊവോസ്റ്റും കത്തീഡ്രൽ ചാപ്റ്ററിന്റെ കാർമലെങ്കോയുമായ മോൺസിഞ്ഞോർ ജിയോവാനി ഫാൽപോ വ്യക്തമാക്കി. 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ക്രൈസ്തവ ബസിലിക്കയാണ് സെന്റ് ജോൺ ലാറ്ററൻ. കത്തോലിക്ക സഭയുടെ ചരിത്രവും അധികാരവും ഐക്യവും അടയാളപ്പെടുത്തുന്ന ദേവാലയമാണ് ഇത്. മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക കത്തീഡ്രൽ.
നഗരത്തിലെയും ലോകത്തിലെയും എല്ലാ ദേവാലയങ്ങളുടെയും മാതാവും ശിരസ്സും എന്ന വിശേഷണവും ഇതിനുണ്ട്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ക്രൈസ്തവർക്ക് മതസ്വാതന്ത്ര്യം നൽകിയതിനു ശേഷം പണികഴിപ്പിച്ച ദേവാലയമാണ് ഇത്. ലാറ്ററൻ കുടുംബത്തിന്റെ കൊട്ടാരം നിലനിന്നിരുന്ന സ്ഥലമാണ് ദേവാലയ നിർമ്മാണത്തിനായി കോൺസ്റ്റന്റൈൻ മാർപ്പാപ്പയ്ക്ക് നൽകിയത്. അങ്ങനെയാണ് ലാറ്ററൻ എന്ന പേര് ദേവാലയത്തിന് ലഭിച്ചത്. ബസിലിക്ക ഓഫ് ദി മോസ്റ്റ് ഹോളി സേവിയർ എന്നായിരുന്നു ബസിലിക്കയുടെ ആദ്യ നാമം. മാർപ്പാപ്പമാരുടെ പ്രവാസകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ഏകദേശം 1000ഓളം വർഷങ്ങൾ പാപ്പമാർ ലാറ്ററൻ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത്. കത്തോലിക്ക സഭയുടെ ഭരണകേന്ദ്രവുമായി ലാറ്ററൻ ബസിലിക്ക ഇതോടെ മാറുകയായിരുന്നു. ബസിലിക്കയിൽ 5 പ്രധാന കൗൺസിലുകൾ നടന്നിട്ടുണ്ട്. ഇക്കാലത്തിനിടയിൽ തീപിടുത്തം, ആക്രമണം, ഭൂചലനങ്ങൾ എന്നിവ മൂലം പലതവണ ബസിലിക്കയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടു. 17ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കോ ബറോമിനിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട ദേവാലയമാണ് ഇപ്പോഴുള്ളത്. ഈശോയ്ക്കും സ്നാപക യോഹന്നാനും യോഹന്നാൻ ശ്ലീഹായ്ക്കുമായിട്ടാണ് ബസിലിക്ക സമർപ്പിച്ചിരിക്കുന്നത്. കത്തോലിക്ക മാധ്യമ പ്രവർത്തനത്തിന്റെ മുഖമുദ്ര സത്യത്തിന്റെ സേവനമാണെന്നും അത് വിശ്വാസികൾ അല്ലാത്തവർക്ക് പോലും ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ സഹായകരമാകുന്നുവെന്നും ലയോ 14 പാപ്പ. മാധ്യമ പ്രവർത്തകർ വിദ്വേഷത്തിന്റെയും മതഭ്രാന്തിന്റെയും ഹൃദയങ്ങളെ നിരായുധരാക്കി ധൈര്യത്തോടെ അനുരഞ്ജനം തേടുന്ന ശബ്ദങ്ങളും നന്മയുടെ വചനം വിതയ്ക്കുന്നവരുമാകണമെന്നും പാപ്പ പറഞ്ഞു. ലൂർദിൽ നടന്ന കത്തോലിക്ക മാധ്യമ പ്രവർത്തകരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. പരിശുദ്ധ സിംഹാസനത്തിലെ പെറുവിയൻ അംബാസിഡർ ജോർജ് ഫെർണാണ്ടോ പോൺസ് ചുമതലകൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചുകൊണ്ട് വത്തിക്കാനിലെ അപ്പസ്തോലിക പാലസിൽ വെച്ച് ലയോ 14 പാപ്പയ്ക്ക് തന്റെ വിശ്വാസപത്രങ്ങൾ സമർപ്പിച്ചു. പെറുവിലെ നയതന്ത്ര ദൗത്യ അംഗങ്ങളെ ജോർജ് ഫെർണാണ്ടോ പോൺസ് പാപ്പയ്ക്ക് പരിചയപ്പെടുത്തി. പെറുവും പരിശുദ്ധ സിംഹാസനവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സമാധാനം, സംഭാഷണം, മനുഷ്യാന്തസ്സിന്റെ സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുന്നതിനെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ലയോ 14 പാപ്പയുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധമുള്ള രാജ്യമാണ് പെറു. അഗസ്റ്റീനിയൻ മിഷണറിയായി അദ്ദേഹം 1985 ആദ്യമായി പെറുവിലെത്തിയത്. സാൻ ജോസ് ഓബ്രേറോ ഇടവക ദേവാലയത്തിലാണ് അദ്ദേഹം ആദ്യമായി തദ്ദേശീയ സമൂഹത്തിനു വേണ്ടി ദിവ്യബലി അർപ്പിച്ചത്. പെറു സന്ദർശിക്കാനുള്ള തന്റെ ആഗ്രഹം നവംബറിൽ തന്നെ പാപ്പ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഡെൻമാർക്കിൽ ക്രൈസ്തവ മിഷൻ ആരംഭിച്ചതിന്റെ 1200 വർഷങ്ങൾ പൂർത്തിയാക്കിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ മാർപ്പാപ്പ തന്റെ പ്രതിനിധിയായ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനെ അയച്ചു. കോപ്പൻഹേഗനിൽ ജനുവരി 25 ചടങ്ങ് നടന്നത്. വിശുദ്ധ പൗലോസിന്റെ മാനസാന്തര തിരുനാൾ ആചരിക്കുന്ന അന്നേ ദിവസം സെന്റ് ആൻസ്കാർ കത്തീഡ്രലിൽ കർദിനാൾ പരോളിൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ബെനഡിക്ടൈൻ സന്യാസിയായ വിശുദ്ധ ആൻസ്കാറാണ് ഡെൻമാർക്കിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത്. യൂറോപ്യൻ ചരിത്രത്തിൽ നിർണായകമായ മാറ്റത്തിന് വഴിയൊരുക്കിയ സംഭവമായിരുന്നു അത്. നോർസ് മതം സ്കാൻഡിനേവിയൻ മണ്ണിൽ ആഴത്തിൽ വ്യാപിച്ചിരുന്ന കാലമായിരുന്നു അപ്പോൾ. മാത്രവുമല്ല, രാഷ്ട്രീയമായ അസ്ഥിരതകളും ഉണ്ടായിരുന്നു. ഇവിടെയാണ് വിശുദ്ധൻ ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുത്തത്. മാനസാന്തരം പതുക്കെയായിരുന്നുവെങ്കിലും സ്ഥിരതയുള്ള പ്രവർത്തനങ്ങളോട് കൂടിയവയായിരുന്നു. പതുക്കെ സ്കാൻഡിനേവിയൻ ജനതയ്ക്കിടയിൽ ക്രിസ്തുമത വിശ്വാസം ശക്തിയാർജിക്കുകയും വിശുദ്ധൻ അപ്പസ്തോൽ ഓഫ് ദ നോർത്ത് എന്ന വിശേഷണത്തിന് ഉടമയായിത്തീരുകയും ചെയ്തു. മാർച്ച് ഫോർ ലൈഫ് 2026 ലയോ മാർപ്പാപ്പ സന്ദേശം അയച്ചു. 53ാമത് മാർച്ച് ഫോർ ലൈഫിനാണ് തന്റെ ഒപ്പോടുകൂടി പാപ്പ സന്ദേശം അയച്ചത്. മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പമാരും അമേരിക്കയിൽ നടക്കുന്ന മാർച്ച് ഫോർ ലൈഫിനെ അഭിസംബോധന ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മറ്റ് നിരവധി മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ തന്റെ ഒപ്പോടുകൂടി ഔദ്യോഗിക ലെറ്റർ അയക്കുന്നത്. ജീവിക്കാനുള്ള അവകാശത്തിന്റെ സംരക്ഷണം മറ്റെല്ലാ മനുഷ്യാവകാശങ്ങളുടെയും അനിവാര്യമായ അടിത്തറയാണെന്നും മനുഷ്യജീവിതത്തിന്റെ പവിത്രത സംരക്ഷിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സമൂഹം ആരോഗ്യകരവും യഥാർത്ഥത്തിൽ പുരോഗമനപരം ആവുകയുള്ളൂ എന്നും മാർപ്പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. ലക്സംബർഗിലെ ഭരണാധിപൻ ഗിൽ അഞ്ചാമനും പ്രബി സ്റ്റെഫാനിയും ലയോ 14 പാപ്പയെ സന്ദർശിച്ചു. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ച് ജനുവരി 23 കൂടിക്കാഴ്ച നടന്നത്. പ്രബി സ്റ്റെഫാനി ലയോ 14 പാപ്പയെ സന്ദർശിച്ചപ്പോൾ വെള്ള ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നതായി ചിത്രങ്ങളിൽ നാം കാണുന്നു. മാർപ്പാപ്പയെ സന്ദർശിക്കാനെത്തുന്ന സ്ത്രീകൾ ഭൂരിപക്ഷവും ശിരോവസ്ത്രം ധരിക്കാറുണ്ട്. ചിലർ കറുപ്പും മറ്റു ചിലർ വെളുപ്പും. കത്തോലിക്ക സ്ത്രീകൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ശിരസ് മൂടുന്നത് സ്വാഭാവികമാണല്ലോ. ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ ശിരസിനെ അപമാനിക്കുന്നു. അവളുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണത്. സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ. മുടി മുറിക്കുന്നതും തല ക്ഷൗരം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ എന്ന തിരുവചനമാണ് ഇതിന്റെ അടിസ്ഥാനം. പൗലോസ് അപ്പസ്തോലന്റെ കാലം മുതൽ കത്തോലിക്ക സഭയിൽ ദൈവത്തിനും സഭാധ്യക്ഷനും ആദരം നൽകുന്നതിന്റെ ഭാഗമായി സ്ത്രീകൾ തലമൂടുന്നത് പതിവാണ് എന്നാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. വിനയം, ഭക്തി, ആദരം എന്നിവയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വത്തിക്കാനിൽ
മാർപ്പാപ്പമാരെ സന്ദർശിക്കുമ്പോൾ സ്ത്രീകൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഡ്രസ് കോഡ്. കൈകളും കാൽമുട്ടുകളും മറയ്ക്കത്തക്ക വിധത്തിലുള്ളതായിരിക്കണം വസ്ത്രമെന്നും തല മൂടിയിരിക്കണമെന്നും ആചാരപരമായ നിയമമുണ്ട്. ഇതിൽ കത്തോലിക്ക രാജകുടുംബങ്ങളിലെ സ്ത്രീകൾ പാപ്പയെ സന്ദർശിക്കുമ്പോൾ വെളുത്ത വെയിൽ ആണ് ധരിക്കുന്നത്. മറ്റുള്ളവർ കറുത്ത വെയിലും. വെള്ളവെയിൽ എന്നത് കത്തോലിക്ക രാജകുടുംബങ്ങളോടുള്ള പ്രത്യേക ബഹുമാനത്തിന്റെ സൂചനയാണ്. ചില കത്തോലിക്ക രാജകുടുംബങ്ങളിലെ രാജ്ഞിമാർക്കും രാജകുമാരിമാർക്കും മാത്രമേ ഇത് അനുവദിച്ചിട്ടുള്ളൂ. കത്തോലിക്ക വിശ്വാസത്തെ സംരക്ഷിച്ചവരും സഭയുടെ ശക്തമായ പിന്തുണക്കാരും എന്ന നിലയിലാണ് കത്തോലിക്ക രാജകുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് വെള്ളവെയിൽ ധരിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത്. വെളുപ്പ് എന്ന നിറം പൊതുവെ വിശുദ്ധിയുടെയും ശുദ്ധതയുടെയും സഭയുമായുള്ള ഐക്യത്തിന്റെയും സൂചനയാണ്. കറുത്ത വെയിൽ ധരിക്കുന്നത് വിനയത്തിന്റെ അടയാളമാകുമ്പോൾ വെളുത്ത വെയിൽ ധരിക്കാൻ അനുവദിക്കുന്നത് വത്തിക്കാൻ നൽകുന്ന അപൂർവമായ ബഹുമതി കൂടിയാണ്. സ്പെയിൻ, ബെൽജിയം, ലക്സംബർഗ്, മൊണാക്കോ തുടങ്ങിയ രാജകുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് മാർപ്പാപ്പയെ സന്ദർശിക്കുമ്പോൾ വെള്ളവെയിൽ ധരിക്കാനുള്ള അനുവാദം നൽകിയിരിക്കുന്നത്. ഇനിയൊരു സന്തോഷ വാർത്തയാകാം. കത്തോലിക്ക സഭയ്ക്ക് 2 പുതിയ വാഴ്ത്തപ്പെട്ടവരെയും 4 ധന്യരെയും കൂടി ലഭിച്ചിരിക്കുന്നു. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കർദിനാൾ മാർച്ചെല്ലോ സെമാരാരിയുടെ അഭ്യർത്ഥനയ്ക്ക് ലയോ 14 പാപ്പ അംഗീകാരം നൽകിയതോടെ കത്തോലിക്ക സഭയ്ക്ക് 2 പുതിയ വാഴ്ത്തപ്പെട്ടവരെയും 4 ധന്യരെയും കൂടി ലഭിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് ദേവദാസൻ അഗസ്റ്റോ റാഫേലും മദർ മരിയ ഇഞ്ഞാസിയയും വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്കും നെറീനോ കോബിയാങ്കി, ക്രോച്ചിഫിസ മിലിത്തേർമി, മരിയ ജിസെൽദ വില്ലേല, മരിയ തെക്ല, അന്തോണിയ എർലുചേന്തി എന്നിവർ ധന്യപദവിയിലേക്കും ഉയർത്തപ്പെട്ടു. നോമ്പുകാലത്ത് ലയോ 14 പാപ്പ റോമിലെ 5 ഇടവകകൾ സന്ദർശിക്കും. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ഞായറാഴ്ചകളിലായിരിക്കും ഈ സന്ദർശനം. റോമിലെ വൈദികരുമായുള്ള പാപ്പയുടെ 2ാമത്തെ കൂടിക്കാഴ്ച ഫെബ്രുവരി 19 വത്തിക്കാനിൽ നടക്കും. തന്റെ പൊന്തിഫിക്കേറ്റിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ റോമിലെ വൈദികരുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാത്രമല്ല, റോം രൂപതയുടെ തലവൻ എന്ന നിലയിൽ കൂടിയാണ് പാപ്പയുടെ റോം രൂപത സന്ദർശനം. ലിയോ മാർപ്പാപ്പയുടെ മുൻഗാമികളെല്ലാം റോം രൂപത സന്ദർശനം നടത്തിയവരായിരുന്നു. റോമിലെ 333 ഇടവകളിൽ 317 ജോൺ പോൾ 2 പാപ്പ സന്ദർശിച്ചിട്ടുണ്ട്. അവസാന ഘട്ടമെത്തിയപ്പോൾ അവശേഷിക്കുന്ന ഇടവകകൾ സന്ദർശിക്കാൻ ആരോഗ്യം അനുവദിക്കാതിരുന്ന സാഹചര്യത്തിൽ 16 ഇടവകകളിലെ വൈദികരെ അദ്ദേഹം വത്തിക്കാനിലേക്ക് ക്ഷണിച്ചു വരുത്തിയിരുന്നു. 12 വർഷം നീണ്ടുനിന്ന ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് അദ്ദേഹം 20 ഇടവകകൾ സന്ദർശിച്ചിട്ടുണ്ട്. 2026 ഒക്ടോബർ 18 ആചരിക്കുന്ന വേൾഡ് മിഷൻ ഡേയുടെ പ്രമേയം ലയോ 14 പാപ്പ പ്രഖ്യാപിച്ചു. ക്രിസ്തുവിൽ ഒന്ന്, ദൗത്യത്തിൽ ഐക്യം എന്നാണ് വേൾഡ് മിഷൻ ഡേയുടെ വിഷയം. പിയൂസ് 11 പാപ്പ സ്ഥാപിച്ചതാണ് ലോക മിഷൻ ദിനം. ഇത്തവണത്തേത് 100ാം വർഷമാണ്. സഭയുടെ മിഷണറി നവീകരണം പ്രധാനമായും ക്രൈസ്തവ സമൂഹങ്ങൾക്കുള്ളിലെ ആത്മീയ കൂട്ടായ്മയെയും അനുരഞ്ജനത്തെയും ആശ്രയിച്ചാണിരിക്കുന്നതെന്ന് മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടു. 60ാമത് സാമൂഹ്യ സമ്പർക്ക മാധ്യമ ദിനത്തിന്റെ പ്രമേയം പ്രസിദ്ധീകരിച്ചു. മാനവിക ശബ്ദവും മുഖവും സംരക്ഷിക്കുക എന്ന വിഷയമാണ് ഇത്തവണത്തേത്. വിമർശനാത്മകമായി കേൾക്കാനും ചിന്തിക്കാനുമുള്ള കഴിവിനെ ദുർബലപ്പെടുത്തുകയും സാമൂഹിക ധ്രുവീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ മാധ്യമ വെല്ലുവിളികളെ വേർതിരിച്ചറിയാൻ മനുഷ്യന് സാധിക്കണം. വൈജ്ഞാനിക, വൈകാരിക, ആശയവിനിമയ കഴിവുകളെ ഇല്ലാതാക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ അതിപ്രസരങ്ങളെ വിവേകപൂർണമായ ഉപയോഗത്തിലൂടെ നിയന്ത്രിക്കണം, പാപ്പ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. പൗലോസ് അപ്പസ്തോലന്റെ ദൗത്യം എല്ലാ ക്രിസ്ത്യാനികളുടെയും ദൗത്യമാണെന്ന് ലയോ 14 പാപ്പ. ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുകയും അവനിൽ ആശ്രയിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുക എന്നതാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലന്റെ ദൗത്യം. അത് എല്ലാ ക്രിസ്ത്യാനികളുടെയും ദൗത്യമാണെന്നാണ് ലയോ പാപ്പ ഓർമ്മിപ്പിച്ചത്. ക്രൈസ്തവർ എക്യുമെനിക്കൽ സിനഡൽ ആചാരങ്ങളിൽ വളർന്നുകൊണ്ട് അവരുടെ പൊതുവായ സാക്ഷ്യം കൂടുതൽ ആഴത്തിലാക്കണം. ക്രൈസ്തവ ഐക്യവാരത്തിന്റെ സമാപന ദിനത്തിൽ സെന്റ് പോൾ ബസിലിക്കയിൽ സന്ദേശം നൽകുകയായിരുന്നു മാർപ്പാപ്പ. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാനുള്ള 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ആഹ്വാനത്തെ പാപ്പ ആവർത്തിച്ചു. നിക്ക കൗൺസിലിന്റെ 1700ാം വാർഷികവും പാപ്പ പരാമർശിച്ചു. ഈ വർഷത്തെ ക്രൈസ്തവ ഐക്യവാരത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ അർമേനിയയിലെ സഭയ്ക്ക് പ്രത്യേകമായി നന്ദി അറിയിച്ച പാപ്പ വിവിധ ക്രൈസ്തവ സമൂഹങ്ങളുടെ നേതാക്കളെയും പ്രതിനിധികളെയും അഭിവാദ്യം ചെയ്തു. സുവിശേഷത്തിന്റെ വിത്തുകൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ഇടയിൽ സമാധാനത്തിന്റെ പ്രയോജനത്തിനായി ഐക്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ഫലം കായ്ക്കുന്നത് തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പാപ്പ സന്ദേശം അവസാനിപ്പിച്ചത്. ജനുവരി 18 മുതൽ 25 വരെയാണ് ക്രൈസ്തവ ഐക്യത്തിനായുള്ള പ്രാർത്ഥനാവാരം ആചരിച്ചത്. വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.